ഹായ്. ഇന്ന് ഒരുപാട് ദിവസത്തിന് ശേഷം ഒരു വീഡിയോ പെട്ടെന്നൊന്നും തോന്നിയതുകൊണ്ട് സുഖമില്ലായിരുന്നതുകൊണ്ട്. പക്ഷെ ഞാൻ രാത്രിയിലൊരു നമ്മളിവിടെ ടിഫിൻ ദോശയാണെന്ന്. അപ്പോൾ അതിന് ഒരു സവാള ഇട്ടുള്ള ചെറിയ ചട്നി, എൻ്റെ സ്വന്തം ചട്നി. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. അതിലേക്ക് നമ്മൾ ഒരു 3 സവാള മിക്സിയിൽ ചതച്ച് വെച്ചതാണ്. അതിലേക്ക് ഇട്ടു. നല്ലതായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ്ട് 1 സ്പൂൺ ഇട്ടാൽ മതി. അപ്പോൾ അതിട്ട് നല്ലതായിട്ട് ഇളക്കി അതിൽ എണ്ണ നല്ലതായിട്ട് വേണം പച്ചമണം മാറുന്ന വരെ നല്ലതായിട്ട് ഇളക്കി അതിലേക്കൊരു ശകലം ഉപ്പ്, ഒന്നുമില്ല, അത് ചെറിയൊരു വറക്കേ ഉള്ളൂ. നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എന്നാൽ അറിയാം. ഇപ്പോൾ രാവിലത്തെ കുറച്ച് സാമ്പാറൊക്കെ ഇരിപ്പുണ്ട്, അപ്പോൾ അതെല്ലാം ചൂടാക്കി ജസ്റ്റ് എരിവ് വേണം. അപ്പോൾ അതിനൊരു ചെറിയ ചട്നി ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാറുള്ള ചട്നി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് എണ്ണയിൽ പച്ചമണമെല്ലാം മാറിയപ്പോൾ ശകലം ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കണം. നല്ലതായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ ഓഫ് ചെയ്യണം. ചൂട് ദോശ മുക്കി കഴിക്കാൻ നല്ല സ്വാദായിരിക്കും. കറിവേപ്പില ഇല്ല എൻ്റെ കയ്യിൽ, അതുകൊണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും. ഉപ്പൊക്കെ പാകത്തിന് നോക്കി നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ദോശ നല്ല മസാല ദോശ മാതിരി ചെയ്യണമെന്നാണ് ഇവിടെ വീട്ടിലുള്ളവർക്കെല്ലാം ഇഷ്ടം, മക്കൾക്കും. അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് നോക്കുമ്പോൾ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശ ഇതുപോലെ കട്ടി കുറച്ചുണ്ടാക്കിയെങ്കിൽ ഇവിടെ ഇഷ്ടമുള്ളൂ. എണ്ണ നല്ലതായിട്ട് പരത്തിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ എണ്ണയോളം നല്ലതായിട്ട് തളിച്ചെടുക്കണം. നല്ല മുരിഞ്ഞ ദോശ ഉണ്ടാവും. നെയ്യ് ചേർത്താലും കുറച്ചുകൂടെ നല്ലതാണ്. ഇപ്പം ഞാൻ എണ്ണയാണ് ചേർത്തത്. എണ്ണ നല്ലതായിട്ട് ഒഴിച്ച് തിരിച്ചിട്ട് ചുട്ടെടുക്കും. ചുട്ടെടുത്തിട്ട് നമുക്ക് ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ശകലം സാമ്പാർ ഒഴിച്ച് കൊച്ചുമോൾക്ക് കൊടുത്തു. കൊച്ചുമോൾ കഴിച്ചിട്ടിപ്പോൾ പറയും സൂപ്പറാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.